അപ്പോൾ കാളവണ്ടി കൊണ്ടുവന്നപ്പോൾ ഇത് ഓടിക്കാനാണില്ല. പിന്നെ ഞാൻ കോയമ്പത്തൂർ 3 തമിഴിനെ കൊണ്ടുവന്നു. അതേലും അങ്ങോട്ട് ചെണ്ട വെച്ച് കെട്ടി ആ നാട് മൊത്തം ഇതുകൊണ്ടങ്ങ് നടന്നു. കാളവണ്ടി കൊണ്ട് 3 ദിക്കിലേക്ക് അങ്ങ് വിട്ടു. ഗോമഹിമ വിളംബര ഘോഷയാത്ര, അങ്ങനെ അതിൻ്റെ പേരിട്ടത്. പ്രോഗ്രാമിൻ്റെ പേര് ഗോമഹിമയെന്നായിരുന്നു 2015. അപ്പോൾ അന്ന് ഒരു 10-800 പേര് പങ്കെടുത്തു. 16-ല് 10,000-ലധികം ആൾക്കാർ പങ്കെടുത്തു. 17-ലും അതുപോലെ പങ്കെടുത്തു. 18-ല് 38,000-ലധികം ആൾക്കാർ അവിടെ വന്നു. തട്ടമിട്ടതും താടി വെച്ചതും മുസ്ലിമും പള്ളിയിലച്ഛനും പള്ളിയിലെ മെത്രാനും എല്ലാവരും അവിടെ വന്നു. ഗോവർദ്ധന പർവ്വതം ഉണ്ടാക്കി, ഈ ഉയരത്തിൽ ചാണകവരലുകൊണ്ട് ഉണ്ടാക്കി 9 പശുക്കളെ റൗണ്ടിൽ കെട്ടി ഹോമം നടത്തി. ആ അഗ്നികുണ്ഡത്തിൽ ഹോമകുണ്ഡത്തിലേക്ക് മുസ്ലിമും ക്രിസ്ത്യാനിയും ദളിതനും എല്ലാവരും വന്ന് ഹവിസ് സമർപ്പിച്ച് ഗോക്കൾക്ക് പ്രദക്ഷിണം വെച്ച്, ഗോവർദ്ധന പർവ്വതത്തിന് പ്രദക്ഷിണം വെച്ച്, ഗോക്കൾക്ക് ആഹാരം കൊടുത്ത് അന്നത്തെ പരിപാടി പങ്കെടുത്ത് അവിടുന്ന് ആഹാരം കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. അപ്പം ഹരി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അടുത്ത വർഷം ഇതിനേക്കാളും ആളിനെ ഇവിടെ കൊണ്ടുവരാനുള്ള പരിപാടി നമുക്ക് ചെയ്യണം. നമുക്ക് വേടനെ ഒന്നും ഇവിടെ കൊണ്ടുവരണ്ട. വേടനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പൊ വേടൻ്റേത് കേൾക്കുന്നവരെല്ലാവരും നല്ലവരാന്ന് വിചാരിക്കണ്ട കൂടുന്നവരൊന്നും. കാര്യം അധർമ്മത്തിന്റെ പാതയിലേക്ക് നെഗറ്റീവ് എനർജി ഉള്ളവർ അങ്ങോട്ട് പൊക്കോട്ടെ. ഇവിടെ പോസിറ്റീവ് എനർജി ഉള്ളവർ തന്നെ വന്നാൽ മതി. സ്വാമിജി സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവ് എനർജി ഉള്ളവർക്ക് ഇവിടെ വരാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അപ്പൊ പശു എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്തിനാണ് ഈ പശുവിന് ഇത്രയും പ്രാധാന്യം എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ചുമ്മാതെ എവിടെയെങ്കിലും പുസ്തകം വായിച്ചു കഴിഞ്ഞാലും മനസ്സിലായി. ഋഗ്വേദത്തില് എവിടെ നോക്കിക്കഴിഞ്ഞാലും പശുവിനെ കുറിച്ച് പറയാത്ത ഒരൊറ്റ ശ്ലോകവും ഇല്ല. എന്തെങ്കിലും പശുവിനെ കുറിച്ചൊരു വാക്കെങ്കിലും അതിനകത്ത് ഉച്ചരിക്കുന്നുണ്ട്, വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മളെക്കാട്ടിലും കൂടുതൽ ഈ പശുക്കളെ കുറിച്ച് ഇപ്പൊ പഠിച്ചിരിക്കുന്നത് പെറു എന്ന് പറയുന്ന രാജ്യമാണ്. അവിടുത്തെ ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി, രാസവളങ്ങൾ, കീടനാശിനിയും പെസ്റ്റിസൈഡും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കൃഷി സമ്പ്രദായ രീതിയിലൂടെ അവൻ്റെ നാട്ടിലെ ആ മണ്ണിന്റെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടു പോയി. എല്ലാ പ്രയോഗങ്ങളും നടത്തി, സയന്റിസ്റ്റുമാർ കൂടി അവർ പല റിസർച്ച് നടത്തി. മണ്ണ് പരിശോധിച്ചപ്പോൾ മണ്ണിന്റെ ജൈവഘടനയ്ക്ക് വ്യത്യാസം വന്നു. 1.5-2 മീറ്റർ താഴോട്ട് ഡിഗ് ചെയ്തപ്പോൾ താഴോട്ട് ഇതിന് ഒരു ഗുണമില്ലാതായി. അങ്ങനെ അവൻ ഋഗ്വേദ വരികളിലൂടെ കടന്നുപോയി. ഹോമ ഫാമിംഗ്, അഗ്നിഗോത്രം നടത്തി, നാടൻ പശുവിന്റെ ചാണകം ഉപയോഗിച്ച് അഗ്നിഗോത്രം നടത്തി ഹോമ ഫാമിംഗ് നടത്തി എനർജിയെ ചാനലൈസ് ചെയ്ത് കൃഷി ചെയ്യാനായിട്ട് പെറു തുടങ്ങി. തിരിച്ചവന്റെ ജൈവ വൈവിധ്യത്തെ തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് ആ രാജ്യം വീണ്ടും സമ്പന്നതയുടെ ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്ന ഭാരതീയര് ഈ പ്രപഞ്ചം ഉണ്ടാകുന്ന കാലം മുതൽ, ഉണ്ടായ കാലം മുതലേ ഉണ്ടായിരുന്ന ദൈവം നമുക്ക് സമ്മാനിച്ച ആ വിശ്വമാതാവിനെ നമ്മൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് വൈദേശികർക്ക് വലിയ പങ്കുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വൈദേശികര് തന്നെയാണോ ഇത് ചെയ്തത്? വൈദേശികർ ഇവിടെ വന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ഗ്രാമങ്ങളിൽ വന്ന് നമ്മളെ പഠിച്ചപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഐക്യമില്ല എന്ന് മനസ്സിലായി. ഇപ്പൊ ഒരു സായിപ്പിങ്ങനെ ഒരു കഥ തന്നെയുണ്ട്. ഒരു സായിപ്പിങ്ങനെ വന്ന് കുട്ടനാടൻ പാടശേഖരത്തൊക്കെ ഇങ്ങനെ വന്ന് എങ്ങനെ ഇവന്മാരെ ഒന്നും മനസ്സിലാക്കാമെന്ന് പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ പാടശേഖരത്ത് ഒരു പശു ഇങ്ങനെ നെല്ല് വന്ന് തിന്നുക. അപ്പൊ ഒരു കർഷകൻ ഓടിച്ചെന്ന പശുവിനെ അവിടെ നിന്ന് അടിച്ചോടിച്ച് കുറെ ഓടിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ അവനിഞ്ഞ് തിരിച്ചു പോകും. പശു എന്താ അടുത്ത വേറൊരുത്തന്റെ പാടശേഖരത്തിൽ നിന്ന് നെല്ല് തിന്നാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഇവൻ മോണിറ്റർ ചെയ്തപ്പോൾ മനസ്സിലായി ഇവൻ സ്വന്തം കാര്യം ചിന്താവാം, അവന്റെ കാര്യമേ ഉള്ളൂ. അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മളെ ഓരോരുത്തരെ പാട്ടിലാക്കി അവൻ കൊണ്ടുവന്ന ആയുധങ്ങളും ഒക്കെ നമുക്ക് തന്ന് നമ്മളെ ആൾക്കാരെ തന്നെ കൊല്ലി തൊന്നും തിന്നും ഒക്കെ അവൻ ഇവിടുന്ന് കാശ് ഉണ്ടായിക്കൊണ്ട് പോയി. അങ്ങനെ 1700-ാം ആണ്ട് തൊട്ട് ഇവിടുത്തെ പശുക്കളെ കൊന്നു തിന്നു. ലക്ഷക്കണക്കിന് പശുക്കളെ, ബംഗാളിലാണ് 1700-ാം ആണ്ടിന് തുടക്കം കുറിച്ചത്. ലക്ഷക്കണക്കിന് പശുക്കളെ, കോടിക്കണക്കിന് പശുക്കളെ കൊന്ന് ബ്രിട്ടീഷുകാർക്ക് ആഹാരമായി മാറി അവരുടെ മിലിറ്ററിക്ക്. അങ്ങനെ നമ്മുടെ നാടിന്റെ ജൈവ സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി.
അതിന് മലയാളിക്കും വലിയ പങ്കുണ്ട്. അതിൻ്റെ ശാപമാണ് ഇന്ന് മലയാളികൾ അനുഭവിക്കുന്നത്. എത്ര വലിയ എത്ര ശുദ്ധമായ തടാകത്തിൽ പോയി കുളിച്ചാലും തീരാത്തത്ര പാപം മലയാളികൾക്കുണ്ട്. ഇന്ന് മാംസം കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. അത് ഓർക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം. ക്രൈസ്തവരും ഇസ്ലാം മത വിശ്വാസികളും അത് ഉപേക്ഷിച്ചെങ്കിൽ ഇന്നത്തെ ഹൈന്ദവർ, സനാതന ധർമ്മ വിശ്വാസികൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവർ തിന്നുന്നത്. ഹിന്ദുക്കളെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും ഓവർനൈറ്റ്, പണ്ട് അത്താഴ സദ്യ എന്ന് പറയുന്ന യുദ്ധം ഇപ്പം മാംസമില്ലാതെ അത്താഴ സദ്യ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കും. എവിടെയും ചെന്ന് കഴിഞ്ഞാൽ ആഹാരം പോലും കഴിക്കാൻ തോന്നത്തില്ല. അപ്പം നമ്മുടെ ഈ പശുവിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് എല്ലായിടത്തും വേണ്ടി സംസാരിച്ച് തിരിച്ച് നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കണം. നമ്മുടെ ജൈവ സമ്പത്തിന് മാത്രമല്ല നഷ്ടപ്പെട്ടു, ഈ പ്രകൃതിയിലെ എല്ലാം നശിച്ചു. മനുഷ്യന്റെ DNA പരിവർത്തനം വന്നിരിക്കുകയാണ്. മനുഷ്യനൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വേലുത്തമ്പി ദളവ എടുത്ത് യുദ്ധം ചെയ്ത വാള് എന്നെ പോലെ ഒരു 10 പേര് പിടിച്ചാൽ പൊങ്ങത്തില്ല. ആ വാള് കൊണ്ടാണ് വേലുത്തമ്പി ദളവ യുദ്ധം ചെയ്തത്. അപ്പൊ എത്ര ആരോഗ്യമുള്ളവരായിരുന്നു പണ്ടുണ്ടായിരുന്നവര്. അതിന്റെ രഹസ്യം എന്തായിരുന്നു? നമ്മുടെ ആഹാരമായിരുന്നു. ഇത് നമ്മുടെ ആഹാരത്തിൽ മാറ്റം വന്ന് ഓരോ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവന്ന്, പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്ന്, കുരുവില്ലാത്ത, സീഡ്ലെസ് ഫ്രൂട്ട്സ് വരെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മനുഷ്യന്റെ നാശം, DNA വരെ പരിവർത്തനം വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വലിയ അപകടത്തിലേക്ക് പോവുക. മനുഷ്യനെ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട്. നല്ല വിത്തുകളില്ല. നല്ല വിത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. 5000 നെൽവിത്തുകൾ ഉണ്ടായിരുന്നു. ഇന്ന് എത്ര ഉണ്ട്? എത്ര നാടൻ ജനുസുകൾ നഷ്ടപ്പെട്ടു പോയി. നാടൻ പശു, നാടൻ പട്ടി, നാടൻ പൂച്ച, നാടൻ കോഴി, അങ്ങനെ എല്ലാം നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിലേറ്റവും നമുക്ക് അപകടകരമായത് നമ്മുടെ ജൈവ വൈവിധ്യത്തെയാണ്. മണ്ണിന്റെ ബയോഡൈവേഴ്സിറ്റിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അപ്പൊ ഇവിടെ രാസവളവും കീടനാശിനവും ഉപയോഗിക്കുന്നത് എന്താ? മനുഷ്യന് മാത്രമല്ല ദോഷം സംഭവിക്കുന്നത്. ഈ മണ്ണിൽ ജീവിക്കുന്ന, അല്ല ദൈവത്തിന്റെ സൃഷ്ടി സർവ്വചരാചരങ്ങളെയും, ആകാശത്തെ പറവകളും, മണ്ണിന് പുറത്ത് ജീവിക്കുന്നതും മണ്ണിനടിയിൽ ജീവിക്കുന്നതും അല്ലാത്ത സസ്യലതാദികളും എല്ലാവർക്കും അത് വേദന ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ പശുവിന് പ്രാധാന്യം വളരെ വലുതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ ഈ ചാണകം ഞാനിവിടെ എടുത്ത് മണപ്പിച്ചപ്പം ഒരു ചേച്ചി ഒഴികെ ബാക്കി എല്ലാവരും മണപ്പിച്ച് ഒരു കുഴപ്പമില്ല. ഈ സാധനം ഞാൻ വേറെ രൂപത്തിലാക്കി ഇത്ര കളറൊക്കെ ചേർത്ത് ഒരു ഡബയ്ക്കകത്താക്കി ഫേസ് പാക്ക് ആക്കി നിങ്ങളുടെ അടുത്ത് തന്നു കഴിഞ്ഞാൽ, ചാണകം എഴുതാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളത് മുഖത്ത് വരുത്തേക്ക് യാതൊരു സംശയമില്ല. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഒരു സയന്റിസ്റ്റുമാർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല സഹോദരിമാര്. ഇന്ന് വരെ ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുമില്ല ഈ ചാണകത്തിലെ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. അത്രയ്ക്ക് അത്ഭുതകരമായ കാര്യം ഈ ചാണകത്തിലുണ്ട്. ചാണകം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണെന്ന്. വേറൊരു പശുവുണ്ട്, അതിന്റെ പേര് അറിയാമല്ലോ. അത് പന്നിയുടെ സെമൻ എടുത്ത് ലാബിൽ ഡെവലപ്പ് ചെയ്ത സാധനമാണ് HF ഒക്കെ. അതിന്റെ പാല് A1 മിൽക്കാണ്. ക്യാൻസർ, ഒബേസിറ്റി, അൽഷിമേഴ്സ്, ഓട്ടിസം, ഷുഗർ, ഈ 5 ഡിസീസിന് വൺ ഓഫ് ദ റീസൺ യൂസേജ് ഓഫ് A1 മിൽക്കാണെന്ന് അർത്ഥശങ്കയ്ക്കാതെ ഡോക്ടർ കേത്ത് ന്യൂസിലാൻഡിൽ 1992 തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പം വൈകി ഇത് മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്തു? ചാണകത്തിൽ ടെസ്റ്റ് ചെയ്തതിന് വരെ നമ്മൾ മൂത്രത്തിൽ ഗവേഷണം നടത്തി. ജുനഗഡ് സർവകലാശാല 9 വർഷത്തെ റിസർച്ച്, 500-ലധികം ഗീർ പശുക്കളുടെ യൂറിൻ എടുത്ത് അവസാനം കണ്ടെത്തിയത് 1 ലിറ്റർ നാടൻ പശുവിന്റെ മൂത്രത്തിൽ 10 തൊട്ട് 30 ml വരെ സ്വർണം വേർതിരിച്ചെടുത്തു. ആ സ്വർണം എൻ്റെ കൈ മുമ്പിൽ ഇങ്ങനെ വെച്ചെനിക്ക് അതിന് ഉമ്മ കൊടുക്കാനായിട്ട് സാധിച്ചു. ഒന്ന് മനസ്സിലാക്കിക്കോണം. നാടൻ പശുവിന്റെ മൂത്രത്തിൽ, പ്രത്യേകിച്ച് ഗീറിന്റെ മൂത്രത്തിൽ സ്വർണം ഉണ്ട്. അത് തെളിയിച്ചു. അത് അറിഞ്ഞപ്പോഴത്തേന് സായിപ്പിന്റെ പഴയ പരിപാടി അവനെടുത്തു. 12 മെഡിസിന്റെ പേറ്റന്റ് അമേരിക്ക രജിസ്റ്റർ ചെയ്തു. 12 എണ്ണത്തിന്റെ 83 തരം മരുന്നിന്ന് ഗുജറാത്തിലെ ജുനഗഡ് സർവകലാശാലയിലെ ക്യാൻസറിനടക്കം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അമേരിക്കക്കാരൻ മഞ്ഞളിന്റെ കൊണ്ടുപോയി, കരിവേപ്പിന്റെ കൊണ്ടുപോയി, വസുമതിയുടെ കൊണ്ടുപോയി, ഉരുളക്കിഴങ്ങിന്റെ കൊണ്ടുപോയി, ഉള്ളിയുടെ കൊണ്ടുപോയി, ഇവനെല്ലാം അടിച്ചു മാറ്റി.
അപ്പൊ 12 എണ്ണം മൂത്രത്തിന്റെ മരുന്ന് അടിച്ചു മാറ്റി ഈ യൂറിൻ അവന് പൗഡർ ആക്കിയിട്ട് $80 അമേരിക്ക വിൽക്കുന്നത്. ഇവിടെ ഹരി 450 രൂപയ്ക്കാണ് ഇവിടെ അറക്ക കൊടുക്കുന്നത്. ആർക്കും അത് വേണ്ട. അവൻ മൂത്രം അത് പൊടിയാക്കി ക്യാപ്സൂളിനാക്കി തരുമ്പോൾ വാങ്ങിച്ച് തിന്നാൻ മലയാളികളുമുണ്ട്, ഇന്ത്യക്കാരുമുണ്ട്, ലോകത്തെ കുറ്റം പറയുന്ന എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ നഗ്നമായ സത്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചേരണം. എന്താണ് പശു എന്ന് ആദ്യം മനസ്സിലാക്കണം. അത് വിശ്വമാതാവൻ എന്തുകൊണ്ട് പറയുന്നു? മനുഷ്യന് വേണ്ടിയിട്ടുണ്ടായത് ദൈവം സൃഷ്ടിച്ചൊന്നും അല്ലത്, ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് തന്നാണ്. പ്രകൃതിയുടെ അമ്മയാണ്. സർവ്വചരാചരങ്ങളുടെ നിലനിൽപ്പിന്, അവരുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ട്, മണ്ണിന്റെ ജൈവ വൈവിധ്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പശുക്കൾ നമുക്ക് ആവശ്യമാണ്. വിശ്വമാതാവ് ആവശ്യമാണ്. ഒരു പശുവിനെ അറക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ 30,000 40,000 രൂപ ലഭിക്കുമെങ്കിൽ അതിനെ കൊണ്ട് 10 വർഷം, അതിനെ 10 12 14 വയസ്സ് അത് ജീവിച്ചിരിക്കുവാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ധനമാണ് നമുക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കും, പൈസയായിട്ട് വരുന്നില്ലല്ലോ, വേണ്ട, പൈസയായിട്ട് വരണ്ട, ചുമ്മാതെ ഈ ചാണകം ഒലിച്ചു പോട്ടെ, ഈ മലയുടെ മണ്ടയ്ക്ക് ഒന്ന് അരിയോട് ഞാൻ പറയും ഫ്രീ ആയിട്ടൊന്നും കൊടുക്കരുത്, വില കൂട്ടി തന്നെ കൊടുക്കണം. നല്ലതിനൊക്കെ നല്ല വിലയുണ്ട്. ഒലിച്ചു പൊക്കോട്ട് അരി ഇവിടുന്ന് പോയി എവിടെയെങ്കിലും ഇങ്ങനെ ഒലിച്ചൊലിച്ചു പോയി ഒരുപാട് സസ്യലതാദികൾ ഇത് വലിച്ചെടുത്ത് അങ്ങനെ കുട്ടനാടൻ പാടശേഖരോ എവിടെയെങ്കിലും ചെന്ന് അടിഞ്ഞ് അവിടുത്തെ സസ്യലതാദികൾ ഇത് വലിച്ചെടുത്ത് അവിടുന്ന് കിട്ടുന്ന കായ്കനികളും പൂക്കളും ആ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന ആ തേനീച്ച തരുന്ന തേനൊക്കെ ജൈവമായിട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വലിയൊരു പ്രക്രിയ ഇതിലൂടെ നമുക്ക്, വലിയൊരു വൈവിധ്യത്തെ, വലിയൊരു വിപ്ലവം തന്നെ നമുക്ക് നാടൻ പശുവിലൂടെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ നാടൻ പശു എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ സമൂഹത്തിന് മാറ്റമുണ്ടാകും. ആ പശുവിലൂടെയുള്ള കൃഷി സമ്പ്രദായ ജീവിതം, ആ പശു അധിഷ്ഠിതമായ ജീവിത ശൈലി, അതിന്റെ പിൻഗാമികളാണ് നമ്മള്. ഇവിടെ കൃഷ്ണ ഭഗവാനെ കുറിച്ച് സ്വാമിജി പറഞ്ഞല്ലോ. ഇവിടെ കൃഷ്ണ ഭഗവാന്റെ ജന്മ ഉദ്ദേശം തന്നെ ഗോസംരക്ഷണമാണ്. ഇവിടെ എല്ലാവരും ഏറ്റുമാനൂർ ഏറ്റുമാനൂരപ്പനെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ആറന്മുള പോകുന്നു, ഗുരുവായൂർ പോകുന്നു. ഇവിടൊക്കെ ഈ പശുക്കൾക്ക് അവിടെ കൊടുക്കുന്ന ഭഗവാനെ നിവേദിക്കുന്നത് നോൺ വെജിറ്റേറിയൻ മിൽക്കാണ്. കാര്യം ഈ ചാവാലി പശുക്കൾക്ക് കൊടുക്കുന്നത് മാംസം അടങ്ങിയിട്ടുള്ള ആഹാരമാണ് പല്ലറ്റ്സ് ആയിട്ട് വരുന്നത്. അത് കൊടുത്തിട്ട് അതിൽ നിന്ന് പാല്, ആ പശു തരുന്ന പാലാണ് ഇവിടൊക്കെ നിവേദിക്കാറ്. അപ്പൊ ഭഗവാനും ഭഗവതിമാരും ഒക്കെ ഇപ്പം നോൺ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത്.